തക്കാളികൾ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതുകൊണ്ടൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എളുപ്പത്തിൽ ഒരു കറി, എന്നാൽ നല്ല രുചിയുമാണ് ചോറിനൊപ്പം കൂട്ടാൻ. അപ്പം ഞാൻ ഈ തക്കാളികളിൽ നിന്നും ഒരു 4 എണ്ണമാണ് എടുക്കുന്നത്. നല്ലോണം പഴുത്തത് നോക്കി ഒരു 4 തക്കാളിയാണ് കറി വയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത്. ഒപ്പം ഒരു സവാളയും 2 പച്ചമുളകും. ഇനി കറി പരിചയപ്പെടുത്താം. ഞാൻ എൻ്റെ കുഞ്ഞൻ കൽച്ചട്ടിയിലാണ് ഈ കറി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം തക്കാളി ഞാൻ ഈ ഒരു ഷേപ്പിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. തക്കാളിയെ പകുതിയാക്കി ആ പകുതിയെ വീണ്ടും പകുതിയാക്കിയാൽ ഈ ഒരു ഷേപ്പ് കിട്ടും. ഈ ഷേപ്പിൽ തന്നെ ഇത് നുറുക്കണം. അതാണ് ഈ കറിയുടെ ടേസ്റ്റ്. പിന്നെ സവാള ഇങ്ങനെ വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. എങ്ങനെ വേണമെങ്കിൽ അരിയാ, വട്ടത്തിലോ നീളത്തിലോ ഒരു ഷേപ്പിൽ അരിഞ്ഞിട്ടുണ്ട്. പച്ചമുളക് നെടുകെ കീറിയിട്ടിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ആവശ്യമായ മുളക് പൊടി 3/4 ടീസ്പൂണോളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി അല്ല മഞ്ഞൾപ്പൊടി ആണ് ചേർക്കുന്നത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. മല്ലിപ്പൊടി ഇതിന് ആവശ്യമില്ല. ചിലർ മല്ലിപ്പൊടി ചേർക്കാറുണ്ട്, ഞാൻ ചേർക്കാറില്ല. അപ്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, തക്കാളി, സവാള, പച്ചമുളക്. ഇനി പാകത്തിന് ഉപ്പും ചേർത്ത് നമുക്കിത് വേവിച്ചെടുക്കാം. പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവാൻ ആവശ്യമായ വെള്ളം കൂടി, പുളിവെള്ളം ഇതിൽ പകരാൻ ഉണ്ട്, അതുകൊണ്ട് മുങ്ങാൻ പാകത്തിന് വെള്ളം മതിയാകും. ഒരുപാട് നീളരുത് കൂട്ടാൻ. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് ഒരു 10 മിനിറ്റ് വേവിക്കാം. തക്കാളി നല്ല പോലെ വേവണം. 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് കൂട്ടുകാരെ. ഞാനിത് തുറന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാ ഭാഗവും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ട്. അപ്പോൾ തക്കാളിയൊക്കെ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുത്തി ഉടയ്ക്കണം. അങ്ങനെ കയ്യിൽ വെച്ച് ഇതൊന്ന് കുത്തി ഉടയ്ക്കണം. ഇത് നല്ല പോലെ തിളക്കട്ടെ. നല്ലൊരു കളറായിട്ടുണ്ട് കറിക്ക്. ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ, അതിലേറരുത്, കാരണം തക്കാളിക്ക് നല്ല പുളിയുള്ളത് കൊണ്ട് ഒരു നെല്ലിക്ക വലിപ്പത്തിൽ നമുക്ക് പുളി പിഴിഞ്ഞ് വെച്ചത് ഇതിലേക്ക് പറന്ന് കൊടുക്കാം. നോക്കിയിട്ട് പറന്നാൽ മതി, കാരണം തക്കാളിയുടെയും പുളിയുടെയും ഒരു പാകം തിളച്ച് വരുമ്പോഴേ അറിയുള്ളൂ. അപ്പോൾ പുളി ഏറാനും പാടില്ല, കുറയാനും പാടില്ല. ആ ഒരു ലെവലിൽ നമുക്ക് പുളി ഒഴിച്ചു കൊടുക്കണം. എൻ്റെ നല്ല കറുത്ത പുളിയാണ്, 1 വർഷം പഴക്കമുള്ള പുളിയാണ്. അപ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റായിരിക്കും കറികൾക്ക്. അപ്പോൾ ഇത് ഇനി ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അരയ്ക്കാനുള്ളത് അരച്ചെടുക്കാം. അരയ്ക്കാനുള്ളത് നാളികേരവും 1-2 ചെറിയുള്ളിയും ഒരു പിടി കറുവേപ്പിലയും. ഒരു പിടി പറഞ്ഞാൽ വളരെ കുറച്ചേ ഉള്ളൂ കേട്ടോ. ഒരു 4-5 ഇല. ഇത് നമുക്ക് നല്ല പോലെ അരച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കറി ഇപ്പം നല്ല പോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് തിളക്കട്ടെ. നല്ല പോലെ ഇളക്കി കൊടുക്കാം. കറി ഇപ്പോൾ വെട്ടിത്തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളിയും എല്ലാം നല്ല പരുവത്തിൽ വന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ഒരേ കറി കൂട്ടുമ്പോൾ നമുക്ക് മടുപ്പ് വരും. അപ്പോൾ ഒന്ന് നമ്മൾ വേറിട്ട് ഇങ്ങനത്തെ കറികൾ വയ്ക്കുമ്പോൾ അതൊരു ഇഷ്ടമായിരിക്കും. ഇനി ഇത് ഒന്ന് തീ ഓഫാക്കി കൊടുത്തിട്ട് നമുക്കിതിലേക്ക് വറുത്തിടാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ വറ്റൽമുളക് ഒരു 2 എണ്ണം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്, പകുതി മുറിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കറുവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. കുറച്ച് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. മുളക് കരിഞ്ഞ് വന്നിട്ടുണ്ട്, കടുക് പൊട്ടി വന്നിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് നമ്മുടെ കറിയിലേക്ക് ഇട്ട് നമുക്കിത് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. കറി റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ചോറിനൊപ്പം ഒഴിച്ചു കൂട്ടാം. ഈ ഒരു കറി വല്ലാതെ വെള്ളം പാടില്ല, ഈ ഒരു പരുവത്തിൽ ആയിരിക്കണം. പ്രത്യേകം ശ്രദ്ധിക്കണേ. അതേപോലെ പുളിവെള്ളം പകരുമ്പോഴും പാകത്തിന് ചേർത്ത് കൊടുക്കാൻ മറക്കണ്ട. ഉപ്പും അതുപോലെ അതിൻ്റെ ഒരു അളവിന് തന്നെ ചേർക്കണേ.